നമസ്കാരം. രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ സ്വന്തം നാട് ഉപേക്ഷിച്ച് അന്യനാട്ടിലേക്ക് ചേക്കേറുന്നത്. നാട് വിട്ട് UK ചേക്കേറിയ മലയാളികൾക്ക് ഇടുത്തി പോലെയാണ് പുതിയ ഉത്തരവ് എത്തിയിരിക്കുന്നത്. UK കമ്പനിക്കാർ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവ് പൂർണ്ണമായും മലയാളികളെയാണ് ബാധിക്കുന്നത്. അന്യനാട്ടിൽ തൊഴിലിനായി ചേക്കേറിയ ഇനി തൊഴിൽ രഹിതരായി മാറാൻ അധിക സമയം വേണ്ടി വരില്ല എന്നാണ് റിപ്പോർട്ട്. മലയാളികൾ ഉൾപ്പെടെ ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാകും ഈ ഉത്തരവ് തിരിച്ചടിയാവുക. പ്രധാന കാരണം ഏപ്രിൽ മുതലുള്ള ദേശീയ ഇൻഷുറൻസിലെ വർധനവ് നടത്തിപ്പ് ചിലവ് വർദ്ധിക്കുമെന്നതിന് മുന്നോടിയായാണ് ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നടപടികൾ കമ്പനി ആരംഭിച്ചത്. നാഷണൽ ഇൻഷുറൻസിലും വേതനത്തിലും ഉണ്ടാകുന്ന വർധനവാണ് കമ്പനികളെ കടുത്ത നടപടിയിലേക്ക് പ്രേരിപ്പിച്ചത്. ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സമാനമായ രീതിയിലാണ് നിലപാടുകൾ അറിയിച്ചത്. ഫെഡറേഷൻ ഓഫ് സ്മോൾ ബിസിനസ് നടത്തിയ പഠനത്തിലാണ് ഒട്ടേറെ UK മലയാളികളെയും വിദ്യാർത്ഥി വിസയിൽ എത്തിയവരെയും പ്രതികൂലമായി ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. 2024 അവസാന 3 മാസങ്ങൾ ചെറുകിട സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയതായും കണ്ടെത്തി. നിലവിലെ സ്ഥിതി വളരെ രൂക്ഷമാണെന്നതിന്റെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. കോവിഡ് കാലത്തെ പ്രതിസന്ധി ഉൾപ്പെടുത്താതെയുള്ളതാണ് ഈ കണക്കുകൾ. എന്നാൽ നിക്ഷേപം നടത്തുവാനും മുന്നോട്ട് പോകാനുമുള്ള സ്ഥിരത ബിസിനസ്സുകാർക്ക് കൈവരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ട്രഷറി. തൊഴിലുടമകളുടെ ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിലേക്കുള്ള വർധനവ് ഒക്ടോബറിലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ദേശീയ മിനിമം വേതനത്തിലെ വർധനവും ഏപ്രിൽ പ്രാബല്യത്തിൽ വരും. ഈ സാഹചര്യത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. CIPD സർവേ പ്രകാരം 2000 സ്ഥാപനങ്ങൾ 1/3 പേർ തങ്ങളുടെ ജീവനക്കാരെ പിരിച്ചുവിട്ടതിലൂടെയോ കുറച്ച് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെയോ കുറെ പദ്ധതി ഇട്ടിരുന്നതാണ് വ്യക്തം. 42% തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വില ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു. എന്നാൽ 25% പേർ തങ്ങളുടെ ബിസിനസ്സിൽ നിക്ഷേപിക്കുവാനോ വികസിപ്പിക്കുവാനോ ഉള്ള പദ്ധതികളിൽ നിന്നും പിൻവാങ്ങാൻ ആലോചിക്കുന്നവരാണ്. ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഏറ്റവും ഔദ്യോഗികമായ തൊഴിൽ കണക്കുകൾക്ക് മുന്നോടിയായാണ് ഈ കണ്ടെത്തലുകൾ പുറത്തുവന്നത്. ഈ കണക്കുകൾ കെയർ സ്റ്റാർമർ സർക്കാരിന് വൻ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. കോവിഡ് മഹാമാരിയുടെ സമയം ഒഴിച്ചു നിർത്തിയാൽ തൊഴിലുടമയുടെ ആത്മവിശ്വാസക്കുറവിന്റെ ഏറ്റവും കൂടിയ സമയമാണ് ഇതെന്നും CIPDയുടെ ചീഫ് എക്സിക്യൂട്ടീവ് പീറ്റർ ചീസ് പറയുന്നു. പുതിയ മാറ്റങ്ങൾ UKയുടെ സമ്പദ് വ്യവസ്ഥയെ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.